വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് എനിക്ക് ഇത്തരം വീഡിയോകൾ നിർമ്മിക്കാനുള്ള പ്രചോദനം എന്ന് ആദ്യമേ പറയട്ടെ. ഈ വീഡിയോയിൽ നിങ്ങൾ കാണണം, പരമാവധി അതിനെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക, അതിനെ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. പരമാവധി എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് എല്ലാവിധ നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും ഉണ്ടാവണം എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. 1915 ജനുവരി മാസം 9-ാം തീയതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗാന്ധിജി വന്നിറങ്ങുകയായി. അക്കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യൻ കർഷകർക്കെതിരെ, അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാളികളായി വന്നിറങ്ങിയവർക്കെതിരെ നിരന്തരം ഇന്ത്യൻ ആക്രമണം, വളരെ കൊടിയ പീഡനങ്ങളും ദ്രോഹ നടപടികളുമായി മുന്നേറുന്ന ഈ സമയത്താണ് ഇത്തരം വാർത്തകളെക്കുറിച്ച് കേട്ടറിഞ്ഞ ഗാന്ധിജി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തൻ്റെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരാൻ തീരുമാനിക്കുകയാണ്. അതാണ് 1915 ജനുവരി മാസം 9-ാം തീയതി അദ്ദേഹം ബോംബെയിലെ തുറമുഖത്ത് വന്നിറങ്ങുകയാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യദാഹവുമായി ഇന്ത്യയിലേക്ക് എത്തിയ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ പുതിയ പോർമുഖം തുറക്കുകയാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവനാഴിയിലെ പ്രധാന ആയുധം. അറിയാമോ? സത്യാഗ്രഹം. അതുവരെ ആർക്കും പരിചയമില്ലാത്ത ഒരു പുതിയ പദം, ഒരു പുതിയ സമരരീതി ഗാന്ധിജി അന്ന് ഇന്ത്യക്കാരെ പഠിപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം പ്രയോഗിക്കുന്ന പുതിയ ആയുധം സത്യാഗ്രഹം. എന്താണ് സത്യാഗ്രഹം? സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് സത്യാഗ്രഹം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തെ മുറുകെ പിടിക്കുക, തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിക്കാതിരിക്കുക, തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിക്കാതിരിക്കുക, അതോടൊപ്പം തെറ്റിനെ എതിർക്കുകയും വേണം. ഇങ്ങനെ എതിർക്കുമ്പോൾ അക്രമം പാടില്ല, അഹിംസ കൈവടിയരുത്. ഇതായിരുന്നു സത്യാഗ്രഹം എന്നുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്. ഇന്ത്യയിലെത്തിയ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ഏതായിരുന്നു അറിയാം? ഇന്ത്യയിലെത്തിയ ഗാന്ധിജി ഇടപെട്ട ആദ്യത്തെ സമരം ചമ്പാരൻ സമരം. ഏതാണ്? ചമ്പാരൻ സമരം. ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ഈ ഗ്രാമത്തിലെ കൃഷിക്കാർ കഷ്ടപ്പെട്ട് അവർ കൃഷി ചെയ്യുന്ന ആ സ്ഥലത്ത് നീലം കൃഷി ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അവരെ നിർബന്ധിക്കുക. അതുമാത്രമല്ല, ഇങ്ങനെ അവർ അവരുടെ കൃഷിസ്ഥലത്ത് നീലം കൃഷി ചെയ്തു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നിശ്ചയിച്ച വിലയ്ക്ക് ഈ നീലം വിൽക്കാനും അവർ നിർബന്ധിതരാവുകയാണ്. കൂടാതെ ബ്രിട്ടീഷുകാർ ഈ കർഷകർക്ക് അധികമായി നികുതിയും അടിച്ചേൽപ്പിച്ചു. ഇങ്ങനെ കൃഷിക്കാർ ആകെ കടക്കണിയിലായി. വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ അവസ്ഥയിൽ ഗാന്ധിജി ഈ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. ആദ്യമായി ഇന്ത്യയിലെത്തിയ ഗാന്ധിജിയുടെ ആദ്യത്തെ ഇടപെടൽ, അല്ലെങ്കിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സമരം എന്ന പേരിൽ ചമ്പാരൻ സമരം അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടുകയാണ്. ഗാന്ധിജി ശക്തമായി ഈ സമരത്തിൽ കൃഷിക്കാർക്കൊപ്പം നിന്നുകൊണ്ട് സമരം ചെയ്യുകയും അങ്ങനെ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഈ കൃഷിക്കാരുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങുകയും ചെയ്യുകയുണ്ടായി. ഈ സമരത്തെയാണ് ചമ്പാരൻ സമരം എന്ന് അറിയപ്പെടുന്നത്. ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ അവരോട് ചെയ്ത ക്രൂരതകൾക്കെതിരെ, അധിക നികുതി ഏർപ്പെടുത്തിയതിനെതിരെ, അവരുടെ കൃഷിസ്ഥലത്ത് നീലം കൃഷി ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയും ആ കൃഷി ചെയ്ത നീലം ബ്രിട്ടീഷുകാർ പറയുന്ന വിലയ്ക്ക് വിൽക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്ത ആ
ആ വ്യവസ്ഥക്കെതിരെ ഗാന്ധിജി നടത്തി വിജയിപ്പിച്ച ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സമരം, അല്ലെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആയിരത്തി 1917 ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി നടത്തിയത്. വളരെ ശ്രദ്ധിക്കണം, ഇന്ത്യയിലെത്തിയ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സമരമായിരുന്നു ചമ്പാരൻ സമരം. ഏത് വർഷമാണ്? 1917. തുടർന്ന് 1918 ഗാന്ധിജി നടത്തിയ മറ്റൊരു സമരമായിരുന്നു ഖേഡാ സമരം. ഖേഡാ സമരം എന്തായിരുന്നു ഈ സമരത്തിൻ്റെ ഉദ്ദേശം അറിയുമോ? വിളവ് മോശമായ സമയത്ത് കൃഷിക്കാരുടെ മേൽ ബ്രിട്ടീഷുകാർ വീണ്ടും അധിക നികുതി അടിച്ചേൽപ്പിക്കുകയാണ്. ഇങ്ങനെ ദുരിതത്തിലായ കൃഷിക്കാർക്ക് വേണ്ടി ഗാന്ധിജി ഇടപെട്ട സമരമായിരുന്നു ഖേഡാ സമരം. രണ്ടാമത്തെ സമരമാണ് ഖേഡാ സമരം. 1918. 1918 തന്നെ മറ്റൊരു സമരത്തിലും ഗാന്ധിജി ഇടപെടുകയും വിജയിപ്പിക്കുകയും ചെയ്തു. അതായിരുന്നു അഹമ്മദാബാദിലെ തുണിമിൽ സമരം. അവിടെ എന്തായിരുന്നു പ്രശ്നം? തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ തുണിമിൽ സമരം. അപ്പോൾ 1918 ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ രണ്ട് സമരങ്ങളായിരുന്നു. ഒന്ന് ഖേഡാ സമരം, രണ്ട് അഹമ്മദാബാദിലെ തുണിമിൽ സമരം. ഖേഡാ സമരം വിളവ് മോശമായ സമയത്ത് കൃഷിക്കാരുടെ മേൽ ബ്രിട്ടീഷുകാർ അധികം നികുതി അടിച്ചേൽപ്പിച്ചതിനെതിരെയായിരുന്നു ഖേഡാ സമരം. എന്നാൽ കൂലി വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് അഹമ്മദാബാദിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു തുണിമിൽ സമരം. അഹമ്മദാബാദിലെ തുണിമിൽ സമരം. ഇപ്രകാരം വളരെ ലളിതമായ ജീവിത രീതി കൊണ്ട് വളരെ സരസമായ സംസാര രീതി കൊണ്ട് ഏറ്റവും ലാളിത്യം നിറഞ്ഞ പ്രവർത്തന ശൈലി കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ അവരുടെ ഹൃദയത്തിൽ ഇടം നേടുകയും പടിപടിയായി അദ്ദേഹം സ്വാതന്ത്ര്യ സമരമുഖത്തുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്കും ഉയരുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ ജനഹൃദയം കവർന്നുകൊണ്ട് ഗാന്ധിജി ഇന്ത്യക്കാരുടെ അനിശ്ചിത നേതാവായി പ്രവർത്തനം ആരംഭിച്ചു. ആ സമയത്താണ് ബ്രിട്ടീഷുകാർ ഒരു കിരാത നിയമം, അല്ലെങ്കിൽ കരി നിയമം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ റൗലത്ത് ആക്ട് എന്ന നിയമം അവതരിപ്പിക്കുന്നത്. റൗലത്ത് ആക്ട് എന്താണ്? റൗലത്ത് ആക്ട്, റൗലത്ത് നിയമം എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്യുക, തങ്ങളുടെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്ന ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാനും വ്യവസ്ഥ ചെയ്യുന്ന നിയമമായിരുന്നു റൗലത്ത് ആക്ട്. ഇതിനായിരുന്നു ബ്രിട്ടീഷുകാർ ഈ നിയമം, ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പരാജയപ്പെടുത്താൻ. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്ന നേതാക്കന്മാരെ കാരണം കൂടാതെ തുറങ്കിലടയ്ക്കുകയും ചെയ്യാവുന്ന ഒരു നിയമമാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റൗലത്ത് ആക്ട്. റൗലത്ത് ആക്ടിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം ഇന്ത്യയിലുടനീളം ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ ഈ നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത്, പഞ്ചാബിലുള്ള അമൃതസർ ജില്ലയിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്ത് ജനങ്ങൾ ഒത്തുകൂടുകയാണ്. എന്തിനു വേണ്ടി? ഈ റൗലത്ത് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി. പഞ്ചാബിലെ അമൃതസർ ജില്ലയിലെ
ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്ത് ഒരു വലിയ മൈതാനമാണ്. ആ മൈതാനത്ത് ജനങ്ങൾ ഒത്തുകൂടുകയാണ്. അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധമുയർത്തുകയാണ്. ഈ പ്രതിഷേധം അറിഞ്ഞ ബ്രിട്ടീഷ് പട്ടാളം ജനറൽ ഡയർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ബ്രിട്ടീഷ് പട്ടാളം ഈ മൈതാനത്തെത്തുകയും, ഈ മൈതാനത്തിനുള്ള പ്രത്യേകത, മൈതാനത്തിന് ചുറ്റും വലിയ മതിലാണ്. ഒരേ ഒരു പ്രവേശന കവാടം മാത്രമേ ഉള്ളൂ. ആ പ്രവേശന കവാടത്തിൽ ഈ ബ്രിട്ടീഷ് പട്ടാളം അണിനിരന്നു. ജനറൽ ഡയറിൻ്റെ ആജ്ഞയനുസരിച്ച് ആ മൈതാനത്തൊത്തുകൂടിയ ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് നേരെ മുന്നറിയിപ്പില്ലാതെ തുരുതുരാ വെടിവെക്കുകയാണ്. ഭയാനകമായ രംഗം. ജനങ്ങൾ നാലുപാടും ചിതറിയോടി. പക്ഷെ പുറത്തു കടക്കാൻ മാർഗമില്ല. ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ വെടിയേറ്റ് നൂറുകണക്കിന് ആളുകളാണെന്ന് ആ മൈതാനത്ത് മരിച്ചു വീണത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് സമാനതകളില്ലാത്ത ഒരു സംഭവമാണ്, ഒരു ഭീകര സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ജനറൽ ഡയർ. ജനറൽ ഡയർ ആയിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത്. ഏപ്രിൽ 13 ഇന്ത്യൻ മനസ്സാക്ഷിയെ നടുക്കിയ ഈ ദുരന്തം സംഭവിച്ചത്. ജാലിയൻ വാലാബാഗ് സംഭവം അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ മാസം 13 ജാലിയൻ വാലാബാഗ് ദുരന്തം കേട്ടറിഞ്ഞ ഗാന്ധിജി ശക്തമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ത്യയിലുടനീളം പ്രതിഷേധ പരമ്പരകൾ അരങ്ങേറുകയാണ്. ഇതേ തുടർന്ന് ഗാന്ധിജി എല്ലാ തലങ്ങളിലും ബ്രിട്ടീഷുകാരോട് നിസ്സഹകരണം പുലർത്താൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇനി ബ്രിട്ടീഷുകാരോട് ഒരു തരത്തിലും നാം സഹകരിക്കരുത് എന്ന് ഗാന്ധിജി ഇന്ത്യൻ ജനതയോട് ആഹ്വാനം ചെയ്യുന്നു. അതേ തുടർന്ന് ഒരു നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നിസ്സഹകരണ സമരം ഇന്ത്യയിൽ ആരംഭിക്കുകയാണ്. 1920 നിസ്സഹകരണ സമരം 1920 എന്താണ് നിസ്സഹകരണ സമരം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാരോട് എല്ലാ തലങ്ങളിലും ഇന്ത്യക്കാർ നിസ്സഹകരിക്കണമെന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഇതിനെയാണ് നിസ്സഹകരണ സമരമെന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി ഖാദി പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രോത്സാഹിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിക്കുക, ഇവയായിരുന്നു നിസ്സഹകരണ സമരത്തിലെ പ്രധാനപ്പെട്ട സമരരീതികൾ അല്ലെങ്കിൽ സമരമാർഗങ്ങൾ. ഖാദി പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രോത്സാഹിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, ഇവയായിരുന്നു നിസ്സഹകരണ സമരത്തിലെ പ്രധാന മാർഗങ്ങൾ. 1920 നിസ്സഹകരണ സമരം നടന്നത്. ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവരികയാണ്. ഇന്നു മുതൽ ആരും കടൽ ഉപ്പ് ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ കടൽ ജലം കുറുക്കി ഉപ്പുണ്ടാക്കുന്നതിന് നികുതി ചുമത്തുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഇവിടെയുള്ള കടൽ ജലം കുറുക്കി ഉപ്പുണ്ടാക്കിയാൽ അതിന് ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകണമെന്ന ഒരു പുതിയ നിയമം ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതിനെതിരെയും ഗാന്ധിജി പ്രതിഷേധിച്ചു. ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, ഈ നിയമം ആരും അനുസരിക്കരുത്, നിയമലംഘനം ഗാന്ധിജി ആഹ്വാനം ചെയ്യുകയാണ്. ഉപ്പ് നിയമത്തിനെതിരെ ബ്രിട്ടീഷുകാർക്ക്
ബ്രിട്ടീഷുകാരോട് ഗാന്ധിജി നടത്തിയ സമരം, അതാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1930 ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. എന്തിനായിരുന്നു ഉപ്പ് സത്യാഗ്രഹം? ഇന്ത്യക്കാർ കടൽ ജലം കുറുക്കി ഉപ്പുണ്ടാക്കുന്നതിനെതിരെ നികുതി നൽകാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു നിയമം പാസ്സാക്കുകയാണ് ബ്രിട്ടീഷുകാർ. ഇതിനെതിരെയാണ് ഗാന്ധിജി സമരം ചെയ്തത്. ഈ സമരത്തെയാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ഗാന്ധിജി ചെയ്തത്? ഗാന്ധിജിയുടെ പ്രതിഷേധമാർഗം പരസ്യമായി ഉപ്പ് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഉപ്പ് നിയമം ലംഘിക്കുകയാണ് ഗാന്ധിജി ചെയ്തത്. അദ്ദേഹം 1930 ഈ നിയമം വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ അനുയായികളെ കൂട്ടിക്കൊണ്ട് സബർമതി, ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് കാൽനടയായി അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ഏകദേശം 388 കിലോമീറ്ററോളം കാൽനടയായി യാത്ര ചെയ്ത് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ വെച്ച് അദ്ദേഹം കടൽ ജലം കുറുക്കി ഉപ്പുണ്ടാക്കുന്നു. അതിനുശേഷം ഒരു പിടി ഉപ്പ് വാരിയെടുത്തുകൊണ്ട് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് വളരെ ശക്തിയോടെ അദ്ദേഹം ഉപ്പ് നിയമം ലംഘിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഉപ്പ് പിടിച്ച ഈ മുഷ്ടി ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. അതായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഗാന്ധിജി ഉയർത്തിയ പ്രതിഷേധ സ്വരം. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലും ഉപ്പ് സത്യാഗ്രഹം നടന്നു. എവിടെയാണെന്ന് അറിയാമോ? കേരളത്തിൽ കണ്ണൂർ ജില്ലയിലായി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കടപ്പുറത്ത് അവിടെ വെച്ച് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ കടപ്പുറത്ത് കേളപ്പൻ, അദ്ദേഹത്തെ കേരള ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്, ഗാന്ധിജിയുടെ അനുയായിയായ കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കടപ്പുറത്ത് വെച്ച് ഉപ്പുണ്ടാക്കി ഉപ്പ് നിയമം കേരളത്തിൽ ലംഘിക്കുകയുണ്ടായി. ആ ഉപ്പ് നിയമ ലംഘനത്തിന് പുറപ്പെടുന്ന കേളപ്പനും കൂട്ടുകാരും അനുയായികളും അവർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, പയ്യന്നൂർ കടപ്പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ ജനഹൃദയങ്ങളെ ആവേശം കൊള്ളിച്ചുകൊണ്ട് പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. അറിയാമോ ഏതാണെന്ന്? വരിക വരിക സഹചരെ, കേട്ടിട്ടുണ്ടല്ലോ? വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ആ ദേശഭക്തി ഗാനം അംശി നാരായണപിള്ള എഴുതിയ ഈ ദേശഭക്തി ഗാനത്തിൻ്റെ ഈരടികൾ പാടിക്കൊണ്ടാണ് കേളപ്പനും അനുയായികളും ഉപ്പ് നിയമം കേരളത്തിൽ ലംഘിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ വിവിധ സംഭാവനകൾ ഇവിടെ കൊച്ചു കേരളത്തിൽ നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലബാർ കലാപം. കുട്ടികൾക്കറിയാമോ മലബാർ കലാപം? 1921 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സമരമാണ് മലബാർ കലാപം. 1921 മലബാർ കലാപം, ഖിലാഫത്ത് സമരം, മാപ്പിള ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മലബാർ കലാപം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേരളീയർ സമ്മാനിച്ച ഒരു സുവർണ ഏടാണ്. എന്തായിരുന്നു മലബാർ കലാപം? 1921 ഓഗസ്റ്റ് മാസം മുതൽ 1922 ഫെബ്രുവരി മാസം വരെ നീണ്ടുനിന്ന ഒരു സമരമായിരുന്നു മലബാർ കലാപം. ഏറനാട്, പൊന്നാനി, വള്ളുവനാട്, കോഴിക്കോട് എന്നീ മലബാർ മേഖലകളെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ മലബാർ കലാപം ഏറ്റവും കൊടുമ്പിരി കൊണ്ടിരുന്നത്. 4 താലൂക്കുകളിലായിരുന്നു പ്രധാനമായും ഈ മലബാർ കലാപം പ്രധാനമായും സംഭവിച്ചത്. എവിടെയൊക്കെയാണ്? ഏറനാട്, പൊന്നാനി, വള്ളുവനാട്, കോഴിക്കോട് എന്നീ താലൂക്കുകളിലായിരുന്നു ഈ മലബാർ സമരം അല്ലെങ്കിൽ മലബാർ കലാപം പെട്ടെന്ന് പടർന്നു പിടിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ
മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സമരമായിരുന്നു മലബാർ കലാപം. പക്ഷേ മലബാർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചൊതുക്കുകയുണ്ടായി. അതിനുശേഷം നടന്നത് എന്താണ്? ഭയാനകമായ ഒരു സംഭവമായിരുന്നു, ഒരു ദുരന്തമായിരുന്നു. നമുക്കറിയാം, ഈ കലാപത്തിൽ പങ്കെടുത്തവരെന്ന് സംശയിക്കുന്ന നിരവധി പേരെ ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അറസ്റ്റ് ചെയ്ത ശേഷം എന്താണ് ചെയ്തതവർ? ഒരു വാഗൺ, അതായത് ചരക്ക് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയുടെ ഒരു വാഗൺ, ഒരു ബോഗി, അതിനകത്തേക്ക് വായു പോലും കടക്കാത്ത ആ വാഗണിനുള്ളിലേക്ക് ഈ സമരക്കാരെ ചവിട്ടി കുത്തി നിറച്ച് കൊള്ളിച്ച് അതിൻ്റെ വാതിലടച്ചു. ഒരു കണക്കിന് പേരെയാണ് ആ വാഗണിനുള്ളിൽ അടച്ചുപൂട്ടിയത്. അതിനുശേഷം തിരൂരിൽ നിന്നാണ് ഈ വാഗൺ യാത്ര തുടങ്ങുന്നത്. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കായിരുന്നു ഈ സമര പോരാളികളെ ബ്രിട്ടീഷ് സൈന്യം കൊണ്ടുപോയത്. എന്തൊരവസ്ഥയായിരിക്കും! ശ്വാസം കിട്ടാതെ, ഒരു തുള്ളി വെള്ളമില്ലാതെ, കാണാനു വേണ്ടി ആ ഇരുട്ടറയിൽ അവർ പരസ്പരം കടിച്ചു കീറുകയുണ്ടായി. കോയമ്പത്തൂരിന് മുൻപുള്ള പോത്തന്നൂർ എന്ന സ്ഥലത്തെത്തുന്നതിന് മുമ്പ് ശ്വാസം മുട്ടി ആ വാഗണിനുള്ളിൽ 64 ആളുകൾ മരിക്കുകയുണ്ടായി. പോത്തന്നൂരിൽ നിന്ന് ഈ വണ്ടി നിർത്തി ആ വാഗൺ തുറന്നപ്പോൾ കണ്ട കാഴ്ച മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. പരസ്പരം കടിച്ചു കൂടി കോമ്പ കോർത്ത പോലെ ഒന്നൊന്നായി ശവശരീരങ്ങൾ ആ വാഗണിൽ നിന്ന് പുറത്തേക്ക് കോമ്പയായി വീഴുകയാണ്. പരസ്പരം കടിച്ചു കോർത്തുകൊണ്ട് ശ്വാസത്തിന് വേണ്ടി, ഒരു തുള്ളി ജലത്തിന് വേണ്ടി പ്രാണൻ പോകുന്ന നേരത്ത് പരസ്പരം കടിച്ച് കോർത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ആ ശവശരീരങ്ങൾ താഴേക്ക് വീഴുന്ന, ഞടുക്കുന്ന ഒരു അനുഭവം. 64 പേർ അതിനകത്തു നിന്ന് തന്നെ മരിച്ചു. കുറേ പേർ പുറത്ത് ഇറങ്ങിയ ശേഷം പിന്നീട് മരണപ്പെടുകയുണ്ടായി. കുറേ പേർ അബോധാവസ്ഥയിലായി. അതേ വലിയൊരു ദുരന്തം. ഇതിനെയാണ് ഈ ദുരന്തം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1921 ഈ വാഗണിനുള്ളിൽ നടത്തിയ, ബ്രിട്ടീഷുകാർ നടത്തിയ ഈ അരുങ്കൊല, ഇതിനെയാണ് വാഗൺ ട്രാജഡി എന്ന് അറിയപ്പെടുന്നത്. 1921 വാഗൺ ട്രാജഡി. ചുരുക്കി പറഞ്ഞാൽ മലബാർ കലാപത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒരു വാഗണിനകത്ത് കുത്തി നിറച്ച്, വായു നിബദ്ധമായ, വായു കടക്കാത്ത വാഗണിനകത്ത് കുത്തി നിറച്ചുകൊണ്ട് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് യാത്ര ചെയ്യുകയാണ്. പോത്തന്നൂരിലെത്തിയപ്പോഴേക്ക് വാഗണകത്ത് നിന്ന് ശ്വാസം കിട്ടാതെ ഒരുപാട് 64ഓളം ആളുകൾ മരിച്ചു വീണു. വാഗൺ തുറന്നപ്പോൾ ശവശരീരങ്ങൾ പുറത്തേക്ക് കോമ്പ പോലെ താഴേക്ക് വീഴുകയാണ്. 100 കണക്കിന് പേര് കൊന്നൊടുക്കിയ ഈ ദുരന്തമാണ് വാഗൺ ട്രാജഡി എന്ന പേരിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് തിരൂരിൽ വാഗൺ രൂപത്തിൽ വാഗൺ ട്രാജഡി ഹാൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ വ്യക്തികളായിരുന്നു, അല്ലെങ്കിൽ നേതാക്കന്മാരായിരുന്നു കെ കേളപ്പൻ, ടി കെ മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ പി കേശവമേനോൻ, എ കെ ഗോപാലൻ, അക്കമ്മ ചെറിയാൻ, കുട്ടിമാളു അമ്മ. ഇവരെല്ലാമായിരുന്നു കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ. ഇപ്രകാരം ഇന്ത്യയിലുടനീളം ശക്തമായ സമരങ്ങളുടെ വേലിയേറ്റമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രൂക്ഷത കത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഇന്ത്യക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഗാന്ധിജി ഈ സമരത്തെ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. അങ്ങനെ 1942
ബോംബെയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു ഒരു പ്രമേയം പാസ്സാക്കുകയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ. എന്തായിരുന്നു ആ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ഇതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബോംബെയിലെ സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച പ്രമേയത്തിൻ്റെ ഉള്ളടക്കം. എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ഈ ഒരു ആഹ്വാനം ഒരു വലിയ സമരമുഖത്തേക്ക് ജനങ്ങളെ മുന്നോട്ട് നയിക്കുകയാണ്. ഇതിനെയാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ ഈ ബോംബെയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ എന്താണ് അർത്ഥം? ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിടുക, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഈ സമ്മേളനത്തിൽ തന്നെ ഗാന്ധിജിയെ ഇവർ ഈ സമരത്തിൻ്റെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ നേതൃത്വ നിലയിലേക്ക് ഗാന്ധിജിയെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഗാന്ധിജി സമരത്തിൻ്റെ നേതൃത്വം ശക്തമായി ഏറ്റെടുത്തു. ആ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജിയുടെ ഒരു സുപ്രസിദ്ധമായ ആഹ്വാനമുണ്ട്. എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു അത്? ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ ഈ ആഹ്വാനം ഇന്ത്യൻ ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികൾ മുതൽ അപാലവൃദ്ധൻ ജനങ്ങളും ഈ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് തെരുവുകളിലേക്ക് ഇറങ്ങി. ബ്രിട്ടീഷുകാർക്കെതിരെ അവർ സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരന്നുകൊണ്ട് പിന്നീട് നാം കണ്ടത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഭിവാഞ്ചയുമായി ജനലക്ഷങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന കാഴ്ചയാണ് ഗാന്ധിജിയുടെ നേതൃത്വം. എന്തായിരുന്നു അതിൻ്റെ പരിണിത ഫലം? നമുക്കറിയാം. ഈ സമരം ആത്യന്തികമായി വിജയിക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ മുമ്പിൽ ഒത്തുമടക്കി. അങ്ങനെ ഇന്ത്യക്കാർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകാൻ നിർബന്ധിതരാകുന്നു. 1947 ഓഗസ്റ്റ് മാസം 14 അർദ്ധരാത്രി അങ്ങനെ പാതിരാമണികൾ മുഴങ്ങുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പതിയെ കാൽവെക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യ പുലരിയിലേക്ക് ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്ന ആ അസുലഭ നിമിഷത്തിന് ഇന്ത്യൻ ജനത സാക്ഷിയാവുകയാണ്. 1947 ഓഗസ്റ്റ് മാസം 15 അങ്ങനെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കാൽ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ പ്രമുഖ സ്ഥാനം വഹിച്ച നാം രാഷ്ട്രപിതാവ് എന്ന് അംഗീകാരം കൊടുത്തുകൊണ്ട് നാം സ്നേഹിക്കുന്ന ഇന്ത്യൻ ജനത നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഗാന്ധിജി. ഈ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഐക്യരാഷ്ട്ര സംഘടന ഒരു പ്രത്യേക ദിനമായി കൊണ്ടാടാൻ തീരുമാനിക്കുകയാണ്. എന്തായിരുന്നു അത്? ലോക അഹിംസാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തിരഞ്ഞെടുത്തത് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർന്ന് അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തുന്നതുവരെ എല്ലാവർക്കും ഒരു ഹായ്.